അഡ്വക്കേറ്റ് ഷീത് പെരുമന, വിധി വന്ന ശേഷവും അതിജീവിത വേട്ടയാടപ്പെടുന്നു എന്നതല്ലേ മാർട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ, അതിജീവിതയുടെ പേര് പറഞ്ഞിരിക്കുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ, അതിന് തംസപ്പ് കൊടുക്കുന്നതിലൂടെ, അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു കഥയ്ക്ക് പ്രചാരം നൽകുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നടപടി വേണ്ടേ? ശിക്ഷിക്കപ്പെടണ്ടേ? ഒരു സംശയവുമില്ല. അത് ഈ അതിജീവിത എന്ന് മാത്രമല്ല ഗോപികൃഷ്ണ, ഈ നാട്ടിലെ സർവമാന അതിജീവിതകളിലേക്കും ഇത് ബാധകമാണ്. അത് പിന്നെ റേപ്പ് വിക്ടിമിൽ നിന്ന് മാത്രമല്ല, റേപ്പ് വിക്ടിമിന് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നതുപോലെ അതൊരു ബോഡിലി ഹാം മാത്രമല്ല, ഒരു സമൂഹത്തോട് ചെയ്യുന്ന കുറ്റകൃത്യം തന്നെയാണ്. കാരണം ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരാളുമായി ഏതെങ്കിലും തരത്തിൽ അവരുടെ അനുമതിയില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നത് പോലും അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതുജനം മനസ്സിലാക്കേണ്ടത്, റേപ്പിൻ്റെ നിർവചനം നേരത്തെ ഈ പെനിട്രേഷൻ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. എവിടെ? വെജൈനൽ പെനിട്രേഷൻ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കൃത്യമായിട്ട്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ് സ്റ്റാറ്റ്യൂട്ട് പാർലമെൻറ്റ് വരുത്തിയിട്ടില്ല ഈ നിയമത്തിൽ. കോടതി, സുപ്രീം കോടതി ഇത്തരം കേസുകൾ നിരന്തരം പരിഗണിക്കുകയും അതിനുശേഷം മിയർ പെനിട്രേഷൻ ഈസ് ഗുഡ് ഇനഫ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രൈം, മീൻസ് റേപ്പ് എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. അതായത് ഒരാളുടെ ലൈംഗികാവയവം ഒരു സ്ത്രീയുടെ ഏതൊരു ശരീര ഭാഗത്ത് സ്പർശിക്കുന്നതും റേപ്പിന് തുല്യമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേപ്പ്, ദാറ്റ് എമൗണ്ട്സ് ടു ദ ക്രൈം ഓഫ് 376 എന്നുള്ളതാണ്. അത് പിന്നീട് വന്നതാണ്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദി ലാൻഡ്. അത് പിന്നീട് ഇങ്ങനെയൊരു നിയമമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, നിർബന്ധമായിട്ടും അതിന് തുല്യമായിട്ടുള്ള വകുപ്പ് തന്നെ ഈ വെർച്വൽ റേപ്പിങ്ങിനും വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, പണ്ട് സൽമാൻ ഖാൻ ജസ്റ്റ് ഒരു ലൊക്കേഷനിൽ ലൈക്ക് റേപ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ അന്ന് ആളിക്കത്തി. എന്തുകൊണ്ട്? ഐ ഫെൽറ്റ് ലൈക്ക് റേപ്ഡ്, അതായത് അത്രയും ക്ഷീണമായി പോയി എനിക്ക് എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു വാക്കിനെ പോലും അത്ര കണ്ട് ഒരു 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 ആഴത്തിൽ വേദനിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം വെർച്വൽ റേപ്പ് ആണെങ്കിലും ഒരു ഫിസിക്കൽ റേപ്പ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 14 സെക്കൻഡ് എന്നൊക്കെ പണ്ട് ഋഷിരാജ് സിംഗ് സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക്, അവരുടെ ശരീര ബോഡി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് ആരാണെന്നുണ്ടെങ്കിലും ശിക്ഷ അർഹിക്കുന്നു. അത് IT ആക്ട് പ്രകാരമാണെങ്കിലും IPC പ്രകാരമാണെങ്കിലും BNF പ്രകാരമാണെങ്കിലും ഒക്കെ അതിന് ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ശരി. ഞാൻ എൻ്റെ തൊട്ട് മുൻപിൽ പറഞ്ഞ പാനലിസ്റ്റിനോട് ഒന്ന് ചേർത്ത് വെക്കുകയാണ്, അദ്ദേഹത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. പൊതുബോധം, ആ പൊതുബോധ സൃഷ്ടി ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലായിട്ടുണ്ട്. പക്ഷേ അതിന് താരതമ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ളത് തമിഴ്നാടിനെയാണ് അമ്മ തായി എന്നൊക്കെ വിളിക്കും എന്നുള്ളത്. ഈ ഇവിടുത്തെ ഒരു പൊതുബോധം അങ്ങനെയല്ല. തമിഴ്നാടിനോടോ കർണാടകയോടോ ആന്ധ്രയോടോ തെലങ്കാനയോടോ ഒന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുബോധം അല്ല നമ്മുടെ നാട്ടിലേത്. പ്രത്യേകിച്ച് പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം വിളിക്കുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മൾ സ്വയം വിളിക്കുന്നു, അത്തരത്തിൽ 100% ലിറ്ററസി എന്ന് നമ്മൾ പറയുന്നു. ഓരോ 150 കിലോമീറ്ററിലും ഓരോ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള നാടാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡിഫറൻ്റ് ആയിട്ട് എപ്പോഴും നമ്മളെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അമ്മയെ തായ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അമ്മയെ തായ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെരുപ്പൂരി അടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഡിസിപ്ലിനാണ്, ഒരു ലൈംഗിക അവബോധമാണ്, ഒരു ലൈംഗിക വിദ്യാഭ്യാസമാണ്. അത് വളരെ വ്യക്തമായി പ്രകടമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. ലൈംഗിക അരാജകത്വം അത് കൃത്യമായിട്ട് ഞാൻ ഈ പർട്ടിക്കുലർ കേസിലേക്ക് വരികയാണ്. ഇപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ഈ കേസിലെ 2ാം പ്രതി ഇപ്പോൾ 20 വർഷം ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയുകയാണ്. അയാൾ ചിത്രീകരിച്ച ഒരു വീഡിയോയിലാണ് അതിജീവിതയുടെ പേര് പറയുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നതും. ഇത് വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം കഴിഞ്ഞ 8 വർഷമായി ഇതുമായി മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ ഈ വീഡിയോ വന്നതും ഇത് ആരുടെ താല്പര്യത്തിന് വന്നതാണെന്നും എന്തുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും ആരൊക്കെ ഇതിൻ്റെ പ്രചാരകരായെന്നും എങ്ങനെ ഇത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്തി എന്ന കാര്യങ്ങളിലുമൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നതിനോട് താങ്കൾ യോജിക്കില്ലേ?
സമഗ്രമായ അന്വേഷണം വേണമെന്നൊക്കെ താങ്കൾ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് പറയും. ഇവിടെ റജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ വന്നിട്ട് ഇത്തരത്തിലുള്ള താരതമ്യപ്പെടുത്തലുകളൊക്കെ നടത്തും. പക്ഷെ അടിസ്ഥാനപരമായി ഇതിനൊക്കെ പരാതികൾ കൊടുക്കുന്ന ആളുകൾ ഞങ്ങളാണ്. ഇപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഈ വീഡിയോ വന്നു, എവിടെ വെച്ച് ചിത്രീകരിച്ചു, ആരാണതിൽ സംസാരിക്കുന്നത്, മാർട്ടിൻ ഇങ്ങനെ സംസാരിച്ചു, മാർട്ടിൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, ഇത് കോടതിയിൽ വന്നിട്ടുണ്ടോ, കോടതിയിൽ വരാതൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ജാമ്യം കിട്ടിയ ഉടൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, െങ്കിൽ ആര് മുഖേന ഏത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അന്നേ തന്നെ കോടതിയുടെ സുവമോട്ടോ പരിഗണനയിലേക്ക് വരേണ്ടതല്ലേ, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെങ്കിലും അത് കൊണ്ടുവരേണ്ടതല്ലേ, ആ ഒരു ആംഗിളിൽ പരിശോധിക്കേണ്ടതല്ലേ. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടെന്നേ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോക്കരുത്, രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ പറയാം. നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു ചാനൽ, ആ ചാനൽ ഇതിലെ ഒന്നാം പ്രതി, എന്തായാലും ഇതിൽ ഒരു പ്രതി മാത്രമേ ഈ പെൺകുട്ടിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഫിസിക്കലി റേപ്പ് ചെയ്തിട്ടുള്ളൂ, അവിടെ അയാൾ മാത്രമാണുള്ളൂ എന്നുള്ളത് ആ വിധി വായിക്കുന്ന ആർക്കും വ്യക്തമാണല്ലോ, അദ്ദേഹമാണ്. പക്ഷേ 120B ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന സമയത്ത് എന്താണോ ഒന്നാം പ്രതി ചെയ്ത കുറ്റം അല്ലെങ്കിൽ മുഖ്യ കോൺസ്പിറേറ്റർ ചെയ്ത കുറ്റം, ആ കുറ്റം ആ ഇൻറ്റൻഷനോട് കൂടെ ആ ഉദ്ദേശത്തോടു കൂടെ അതിനെ സഹായിച്ച എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് നിയമ തത്വം. എന്നുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും റേപ്പ് ചെയ്തു, റേപ്പിസ്റ്റുകളാണ്, ഈ മാർട്ടിൻ തുടങ്ങി 6ാം പ്രതി വരെ റേപ്പിസ്റ്റുകളാണെന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് മാർട്ടിനാണ്. ഹീനിയസ് ക്രൈം. അതാണ് അന്ന് ശിക്ഷാവിധിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ചോദിച്ചത്. ഞാൻ പറയുന്നത് ഇയാൾ അതിലേക്ക് സോറി പൾസർ സുനി കറക്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് വച്ചിട്ട് അദ്ദേഹത്തിന് 7 വർഷത്തിന് ശേഷം ഇത്രയും വലിയൊരു ലോങ് പെൻഡിങ് ട്രയൽ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ലാപ്സസ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ട്, സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ഞങ്ങൾ വി ആർ ഇൻക്ലൈൻഡ് ടു ഗിവ് ഹിം ബെയിൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് സെഷൻസ് കോടതിക്ക് എന്ത് മാനദണ്ഡങ്ങളും കണ്ടീഷൻസും പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷത്തിന് ശേഷം പൾസർ സുനിക്ക്, ഒന്നാം പ്രതിക്ക്, ഒരേ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ടുള്ള ആൾക്ക് ജാമ്യം കിട്ടുന്നു. എന്താ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകരും ആ ചാനലും ചെയ്തത്? നാളെ കേരളം ഞെട്ടും, 7 മണിക്കോ 8 മണിക്കോ ആറ്റയാണ് ഞെട്ടും എന്ന് തലേ ദിവസം 8 മണിക്കാണ് പറഞ്ഞത്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് മലയാളികൾ കാത്തിരുന്നു. രാവിലെ ഞെട്ടി. എന്താ സംഭവിച്ചത്? പൾസർ സുനിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഒന്നാം പ്രതിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ. എന്താണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ വൈൽ ഗ്രാൻഡിങ് ബെയിൽ ടു ഫസ്റ്റ് അക്യൂസ്ഡ്? വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു മീഡിയയോട് സംസാരിക്കരുത്, never disclose anything related to this crime. ഒരു കാര്യവും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അരമണിക്കൂർ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ട് ഒരു പകൽ മുഴുവൻ സെൻസേഷണലായിട്ട് ഈ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു മാധ്യമത്തിൻ്റെ ആൾ മിസ്റ്റർ റോഷി പാൽ ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോയില്ലേ ഒളിക്യാമറയാണെന്ന് പറഞ്ഞിട്ട്. എവിടെയാണ് നിങ്ങൾ ഒളിക്യാമറ കണ്ടത്? അത് ഒളിക്യാമറയായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് വ്യക്തമായില്ല അത് ഒളിക്യാമറയല്ല എന്ന്. എങ്ങനെ? ഏറ്റവും അവസാനം ഇവർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയിട്ടുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. എന്താണത്? റോഷി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് റോഷി ചേട്ടൻ്റെ തോളിൽ അങ്ങ് തട്ടിയിട്ട് പൾസർ പറയുന്നത്, അന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന ഞാൻ രേഖാമൂലം സംസ്ഥാന DGPക്ക് കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഇമെയിലിൽ. റോഷി പാലിനെ വെച്ചിട്ട്, റിപ്പോർട്ടർ ചാനലിനെ വെച്ചിട്ട് ഇയാൾ മുഴുവൻ ബെയിൽ കണ്ടീഷനും റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഞാൻ ലെറ്റർ പെറ്റീഷൻ അയച്ചിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഒന്നും വികാരം അന്ന് ആരുടെയും റജി ലൂക്കോസിൻ്റെയും നിങ്ങളുടെ ഒന്നും വികാരം വ്രണപ്പെട്ടിട്ടില്ലല്ലോ. ഒന്നാം പ്രതിയെ വളരെ കൃത്യമായിട്ടൊരു സേഫ് സോണിൽ വെക്കുന്ന ഒരു പൊതുബോധം കൂടെ കേരളത്തിലുണ്ട്. സുനിയേട്ടനെ കുറിച്ച് ആരും ഒന്നും പറയാനില്ല, റോഷി ചേട്ടനും പറയാനില്ല. ശരി, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട നിയമലംഘനത്തിന്റെ കാര്യം കൂടിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിജീവിതയുടെ പേര് ഈ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതിനെയും ഇതുമായി തുലനം ചെയ്താണോ താങ്കൾ കാണുന്നത്? ഇതുപോലെ പരിഗണിച്ചാൽ മതി എന്നാണോ, അതോ ഇതൊന്നും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണോ? എവിടെയാണ് താങ്കളുടെ പരിദേവൻ? ഒരിക്കലുമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോ തന്നെ ഉണ്ടല്ലോ അതിൽ. BNS 72 ഉണ്ടല്ലോ. BNS 72 എന്താ പറയുന്നത്? ഒരു റേപ്പ് വിക്ടിമിൻ്റെ അല്ലെങ്കിൽ അത്തരം ഹീനിയസ് ക്രൈമിൻ്റെ ഒരു വിക്ടിമിൻ്റെ പേര് ആരെങ്കിലും ഇൻറ്റൻഷനലി ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രയർ ഇൻ റൈറ്റിംഗ് കൺസെൻറ്റ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആൾ he will be or she will be booked under section 72 of
ഭാരതീയ ന്യായ സംഹിത, നോ ഡൗട്ട് ഇൻ ദാറ്റ്. അത് ഞാൻ പറഞ്ഞാലും ഗോപീഷ്ണൻ പറഞ്ഞാലും ഒക്കെ ഇവിടെ ഉള്ളതാണ്. അത് ബുക്ക് ചെയ്യപ്പെടും. അൺടിൽ ആൻഡ് അൺലെസ് ഒന്നുകിൽ അവരത് റിട്ടേൺ പെർമിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ അവർ അൺസൗണ്ട് മൈൻഡഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ആ കൺസെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരാളായിരിക്കണം. അതർവൈസ് മരണപ്പെട്ടു പോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം. അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് BNS 72 പറയുന്നുണ്ടെന്ന് അത് അൺഡിസ്പ്യൂട്ടഡ് അല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.